പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാൻ പോകുകയാണ്. ഉത്തരങ്ങൾ മറച്ചുവെച്ചിട്ടുണ്ട്. നിങ്ങൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുമല്ലോ. ആദ്യത്തെ ചോദ്യം ഇതാ. കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്ത്? ക്ഷേത്രപ്രവേശന വിളംബരം. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ സഹകരിച്ച രാജ്യം. കാനഡ. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടന ഭേദഗതി. 1978-ലെ 44-ാം ഭരണഘടന ഭേദഗതി. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013 സെപ്റ്റംബർ 12. നിർദ്ദേശകതത്വം എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നും? അയർലൻഡ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ വരണ്ട് അതാര്യമാവുന്ന അവസ്ഥ. സിറോഫ്താൽമിയ. പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാം? പച്ച, ചുവപ്പ്, നീല. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ശാസ്താംകോട്ട കായൽ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത്? പി.ടി. ഉഷ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യയുടെ ധാതുകലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ജാർഖണ്ഡ്. ലീഡർ എന്ന പത്രം ആരുടേതാണ്? മദൻ മോഹൻ മാളവ്യ. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര്? മണികർണിക. കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേതാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ല? മാജുലി. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി? കഴ്സൺ പ്രഭു. കേരളൻ എന്നറിയപ്പെട്ടത് ആരാണ്? കെ. രാമകൃഷ്ണപിള്ള. ഖരപദാർത്ഥങ്ങളിലെ താപപ്രേക്ഷണ രീതി ഏത്? ചാലനം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരായിരുന്നു? എടച്ചേന കുങ്കൻ നായർ. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്ന വർഷം? 1809. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏത്? പെരിയാർ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ കണ്ട ഈ 25 ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പുതിയൊരു അറിവെങ്കിലും നൽകിയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ PSC കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇനിയും കൂടുതൽ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി.